ഇന്നതാണ് ആ ദിവസങ്ങളിൽ മക്കോക്ക എവിടെ പോയി, ദാവൂദ് ഇബ്രാഹിം എവിടെ പോയി, ചോട്ടാ ഷക്കീൽ എവിടെ പോയി? ഈ അന്വേഷണം നേരായ വഴിക്കാണെന്ന് CPM കരുതുന്നുണ്ടോ? ഇതിന്റെ പൊളിറ്റിക്കൽ വശം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോരുത്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോയാൽ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയുമാണ്. അതുകൊണ്ട് അത് പറയേണ്ടി വരും. അത് പറഞ്ഞിട്ട് താങ്കൾക്ക് പറയാം എന്നാണ്. ഞാൻ ഇത്രയും നേരം നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങളെയൊക്കെ ചർച്ച. ഒന്നാമത്തെ പ്രശ്നം, ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയമെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സമയം കൊടുത്തതിലൊന്നും എനിക്ക് പരാതിയില്ല, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിനെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? അങ്ങനെ കിട്ടാൻ പാടുണ്ടോ? കിട്ടാൻ പാടില്ല. അതാണ് സമൂഹത്തിന്റെ അഭിപ്രായം, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എത്ര എളുപ്പത്തിലാണ് സ്വപ്നക്ക് ജാമ്യം കിട്ടിയത്, 10 പ്രതികൾക്ക് ജാമ്യം കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന് 10 പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല ദുഃഖമല്ല, വേറെ 3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ വാദിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിനെ അദ്ദേഹം ഒന്ന് കൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടക്ക് ഒരു കൊട്ടും കൊട്ടി. ഇങ്ങനെ ആയിരുന്നില്ല ശ്രീ ഗോപാലകൃഷ്ണൻ തുടക്കത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീ ഗോപാലകൃഷ്ണൻ മാത്രമല്ല, BJPയുടെ പ്രതിനിധികൾ എന്തായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന രീതി. ഇപ്പൊ നാടോടിക്കാറ്റിലെ പവനാഴി ശവമായി എന്ന് പറയുന്നത് പോലെയായി ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ സ്ഥിതി. ഞാൻ ചോദിക്കട്ടെ, ഇതില് ഫിറോസ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് എനിക്ക് പറയാനുണ്ടെങ്കിലും ഇതിലെ പ്രധാനമായ ചില പ്രശ്നം, ഈ അന്വേഷണത്തെ ചിലർ തടയുന്നില്ലേ? വിദേശ മന്ത്രാലയം ഈ അന്വേഷണത്തെ തടയുന്നില്ലേ? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? യഥാർത്ഥത്തിൽ നോക്കൂ, ഇത് എവിടെയാ ചെന്ന് എത്തുന്നത്? ഏത് ഇപ്പൊ NIA എടുത്തോ, CBI എടുത്തോ, ED എടുത്തോ, കസ്റ്റംസ് എടുത്തോ, എത്തുന്നത് എവിടെയാ? UAE കോൺസുലേറ്റ്, തിരുവനന്തപുരത്ത് ഓഫീസ്, അല്ലെങ്കിൽ സ്വർണം അയച്ചയാൾ UAE കോൺസുലേറ്റ്, സെക്ഷൻ 108 ഓഫ് കസ്റ്റംസ് ആക്ട് 1962 പ്രകാരം എന്തേ ഇതിൽ നിലപാടെടുക്കാത്ത? UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പച്ചക്കൊടി കാട്ടാത്തത്? എന്താ വിദേശ മന്ത്രാലയത്തിന് ഇത്ര പേടി? കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ ഒരു പ്രത്യേക താല്പര്യമല്ലേ? അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ സ്വർണം അയച്ചയാളെ അറസ്റ്റ് ചെയ്തു, ഒളിവിലാന്ന് 2 റിപ്പോർട്ട് വന്നു. അതിൽ പൊരുത്തക്കേടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? മൂന്നാമത്തെ പ്രശ്നം, ഒരു കസ്റ്റംസ് അന്വേഷക സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യേ, EDയുടെ പ്രോസിക്യൂട്ടറെ മാറ്റുകയാണ്. ഇത് ആരെ സഹായിക്കാനാണ്? ഇതും കേന്ദ്ര സഹമന്ത്രിയുടെ നയതന്ത്ര ബാഗേജ് അല്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടും തമ്മിൽ ബന്ധമില്ലേ? അപ്പൊ കേന്ദ്ര സഹമന്ത്രിക്ക് ഇതിലുള്ള പ്രത്യേക താല്പര്യം എന്താ? ഞാൻ അതിന് മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ ഒരു യോഗത്തിലേക്ക് മാധ്യമപ്രവർത്തക എന്ന് പറഞ്ഞ് ഒരു PRO നടത്തുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയതും, സാധാരണ അങ്ങനെ യോഗത്തിന് കൊണ്ടുപോകണമെങ്കിൽ പത്രപ്രവർത്തക യൂണിയൻ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപനം വഴിയായിരിക്കണം വിവരങ്ങൾ വരേണ്ടത്. അങ്ങനെ വന്നിട്ടില്ല. വിസിറ്റിംഗ് വിസയിലല്ല അങ്ങനെയുള്ളവർ പോകേണ്ടത്, സ്പെഷ്യൽ വിസയിലാണ്. പക്ഷെ ഇവർ പോയത് വിസിറ്റിംഗ് വിസയിലാണ്. അവരവിടെ ഇരുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. പിന്നീട് ഒരു അത്താഴ വിരുന്നിൽ സ്വപ്നയും ഉണ്ടായിരുന്നു ഇവർക്കൊപ്പം എന്നുള്ള ചർച്ച നടക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണ്ടേ? അതെന്താ അന്വേഷിക്കാത്തത്? അത് സ്വാഭാവികമായിട്ടുമുള്ള സംശയങ്ങളാണ്. BJPയുടെ ഭാരവാഹി, ഇതൊക്കെ BJPയുടെ കാര്യം. അത് അങ്ങനെ ഭാരവാഹി ഒരാളെ അറിയില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട BJP നേതാക്കന്മാർ തന്നെ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നത്. പക്ഷെ ഇത് പ്രസക്താണ്. അതോടൊപ്പം എനിക്ക് സമയം തരണം. ഫിറോസ് പറഞ്ഞ കാര്യം, ഫിറോസ് ഉറച്ചു വെക്കണം. ഞാൻ ഫിറോസ് പറഞ്ഞപ്പോ ഈ ഖുറാൻ ഞാൻ ചോദിച്ചത് ആ നിലപാടിൽ നിന്ന് പിറകോട്ട് പോയോ എന്ന് അറിയാനാണ്. കാരണം പിറകോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഫിറോസെ. ഞങ്ങൾ അന്ന് ഖുറാന് വലിച്ചെടുത്തതും KM ഷാജി നിയമസഭയിൽ പ്രസംഗിച്ചതും ബെന്നി ബഹനാൻ കത്തയച്ചൊക്കെ തെറ്റായി പോയി എന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അതിന്ന് ഫിറോസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും പിറകോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പോഴും പിറകോട്ട് പോയിട്ടില്ല. BJPക്ക് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനുള്ള വടി ഇട്ടുകൊടുത്തു. ഖുറാനുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ വന്നു. ആരാത് വലിച്ചെന്നൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഖുറാനോടുള്ള വൈകാരികത അളക്കാൻ വേണ്ടി ഫിറോസിനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? മുസ്ലിം ലീഗിനാണോ അതിന്റെ അട്ടിപ്പറ അവകാശം? ദില്ലി കലാപം നടന്നപ്പോൾ സീതാറാം യെച്ചൂരി വൃന്ദാക്കാരായിട്ട് പ്രതിയായി. നിങ്ങളൊന്നും പ്രതിയാവണ്ട, ആ മുസ്ലിം ലീഗ് ആയിക്കൊള്ളാന്ന് ഫിറോസ് പറയോ? ഇതാണ് വർഗീയത. ആവശ്യത്തിനനുസരിച്ച് മതഗ്രന്ഥങ്ങളെയും മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ഇത്തരം പരാമർശങ്ങളാണ് മതവർഗീയത. അത് നിർത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഇവിടെ എന്താണ് നിങ്ങൾ സന്തോഷ് ഈപ്പന്റെ വാദത്തെ കുറിച്ച് പറഞ്ഞത്? സന്തോഷ് ഈപ്പന്റെ വാദം നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ ഇല്ലയോ? പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? അത് സന്തോഷ് ഈപ്പന്റെ സത്യവാങ്മൂലല്ലേ? മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇവിടെ ഫിറോസ് എന്താ പറയുന്നത്? സന്തോഷ് ഈപ്പൻ സിന്ദാബാദ്. എന്നാൽ സന്തോഷ് ഈപ്പൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സന്തോഷ് ഈപ്പനെ കരുവാക്കിക്കൊണ്ട് അനിൽ അക്കരയും ചില മാധ്യമങ്ങളും ചിലർക്ക് നേരെ തിരിയുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ ഫിറോസ് അത് പറയാത്തത്?
എന്താ ഫിറോസ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഒന്ന് മൂളാനെങ്കിലും തയ്യാറ, പേര് പറയണ്ട, ഒന്ന് മൂളിക്കൂടെ? മൂളാൻ പോലും തയ്യാറാകാത്ത പ്രശ്നം എന്താ? ഒരു കാര്യത്തിൽ ഫിറോസ് നിരാശപ്പെടണ്ട. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ UDF-ന് 20 MLA-മാരുള്ളതിൽ 16 MLA-മാർ ലീഗിനാ, 4 ഉള്ളൂ കോൺഗ്രസിന്. ചിലപ്പോ അടുത്ത പ്രതിപക്ഷ നേതാവായി മുസ്ലിം ലീഗ് നേതാവ് വരും. മുസ്ലിം ലീഗ് നേതാവ് പ്രതിപക്ഷ നേതാവുമ്പോ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയിൽ അംഗ. അതുകൊണ്ട് തളരണ്ട, ഉഷാറായി നിന്നോ, ഉഷാറായി നിന്ന് പറയ്. BJP കേന്ദ്ര സഹമന്ത്രി ഇത് നയതന്ത്ര ബാഗേജ് അല്ല എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം? ശരി, നമുക്ക് റിയാസിലേക്ക് വരാം. അട്ടിപ്പറിക്കാൻ വിദേശ മന്ത്രാലയം ഇടപെടുന്നില്ലേ? എന്താണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം? ശരി, നമുക്ക് എന്താ മുസ്ലിം ലീഗ് ഒന്ന് മിണ്ടാ